ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു വ്യത്യാസമാണ്. അങ്ങനെ കുറച്ച് ഇന്നലത്തെ ക്ലാസ്സിലും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കാണുക. വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ അത് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ കോസറ്റീവ് വേർബാണ്. എന്താണ് കോസറ്റീവ് വേർബ്? ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കോസറ്റീവ് വേർബ് പറയുന്നത്. അത് നമ്മൾ വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കേൾക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ല. ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ലായിരുന്നു. ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിച്ചിട്ടേയില്ല. വ്യത്യാസം ക്ലിയർ ആയല്ലോ? കഴിപ്പിക്കാറില്ല, കഴിപ്പിക്കാറില്ലായിരുന്നു, കഴിപ്പിച്ചിട്ടേയില്ല. അവൾ കുട്ടികളെയും കൊണ്ട് പണി എടുപ്പിക്കാറില്ല, എടുപ്പിക്കാറില്ലായിരുന്നു, എടുപ്പിച്ചിട്ടേയില്ല. അത് നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസ് ആണ് അല്ലേ? അവൾ കുട്ടികളെയും കൊണ്ട് പണി എടുപ്പിച്ചിട്ടേയില്ല. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ് അത്? കോസറ്റീവ് വേർബാണ്. കോസറ്റീവ് വേർബിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? മേക്ക് ഉപയോഗിച്ചിട്ടാണ് പണ്ട്. പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. ടെൻസ് അനുസരിച്ച് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന സെന്റൻസ് ഇതാണ്: ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ല. ഇത് പറഞ്ഞാൽ അത് ഏത് ടെൻസിലാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പറയും. അത് പ്രസന്റ് ടെൻസിലാണ്, ഇപ്പോഴത്തെ കാര്യമാണ്. ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ല. അവൾ മീൻ കഴിക്കാറില്ല എന്നല്ല പറഞ്ഞ്, അവളെയും കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കാറില്ല. അപ്പൊ നമുക്കവിടെ മേക്ക് വേണം. അത് നമുക്ക് പറഞ്ഞു കഴിപ്പിക്കാറില്ല എന്നായതുകൊണ്ട് അത് പ്രസന്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഓക്സിലറി നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ഡോണ്ട് അല്ലെങ്കിൽ ഡസ്റ്റിൻഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മേക്ക് വേണമെന്നും നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് മേക്ക് ഹർ. അപ്പൊ അവളെയും കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ഐ ഡോണ്ട് മേക്ക് ഹർ ഈറ്റ് ഫിഷ്. അപ്പൊ എങ്ങനെയാ നോക്കൂ. ഐ ഡോണ്ട് മേക്ക് ഹർ ഈറ്റ് ഫിഷ്. ഞാൻ അവളെയും കൊണ്ട് ഫിഷ് കഴിപ്പിക്കാറില്ല. ഐ ഡോണ്ട് മേക്ക് ഹർ ഈറ്റ് ഫിഷ്. ഇത് ഈ മേക്കിന്റെ അടുത്ത് നമുക്ക് ഹാവ് ഉപയോഗിച്ചും പറയാൻ പറ്റും കേട്ടോ. ഐ ഡോണ്ട് മേക്ക് ഹർ. അപ്പൊ ഞാൻ ആ മേക്കിനെ ഒന്ന് മാറ്റുകയാണ്. ഐ ഡോണ്ട് ഹാവ് ഹർ. ഈ മേക്കിന്റെ അടുത്ത് നമുക്ക് ഹാവ് ഉപയോഗിച്ചും പറയാൻ പറ്റും. ഒന്നും വ്യത്യാസമൊന്നുമില്ല. ടെൻസ് എല്ലാം ഒരുപോലെ. മേക്കിന്റെ അടുത്ത് ഹാവ് കൊടുക്കുന്നത് മാത്രം. ഞാൻ കഴിപ്പിക്കാറില്ല. അപ്പോൾ ഐ ഡോണ്ട് മേക്ക് ഹർ ഈറ്റ് ഫിഷ്. ഇനി ഞാൻ പറയാണ്, ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ലായിരുന്നു. അത് പാസ്റ്റിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിക്കാറില്ലായിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു സാധനം വേണം. എന്താണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഐ ഡിഡിൻ യൂസ് ടു മേക്ക് ഹർ ഈറ്റ് ഫിഷ്. ഐ ഡിഡിൻ യൂസ് ടു മേക്ക് ഹർ ഈറ്റ് ഫിഷ്. അവിടെ നമുക്ക് മേക്കിന് പകരം അവിടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഞാൻ അവളെയും കൊണ്ട് ഫിഷ് കഴിപ്പിക്കാറില്ലായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ്ഡ് ടുവിന്റെ ഡിഡിൻ യൂസ് ടുവിന്റെ ഒക്കെ ഉപയോഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ കഴിപ്പിക്കാറില്ലായിരുന്നു. ഐ ഡിഡിൻ യൂസ് ടു മേക്ക് ഹർ ഈറ്റ് ഫിഷ്. അപ്പൊ ഇനി ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിച്ചിട്ടേയില്ല. ഇനി സാധ്യതയുണ്ടായിരിക്കാം, പക്ഷെ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. ഇതുവരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻസിൽ എന്ത് വേണം? ആസ്ഹാവും വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിച്ചിട്ടേയില്ല. ഐ ഹാവ് നെവർ മെയ്ഡ് ഹർ ഈറ്റ് ഫിഷ്. എന്തുകൊണ്ടാണ് മെയ്ഡ് വന്നത്? ഹാവ് വന്നു. അപ്പൊ നമുക്ക് V3 വേണം. പിന്നെ ഒരിക്കലും എന്ന് പറയാൻ നമ്മൾ അവിടെ നെവർ കൊടുത്തു. ഐ ഹാവ് നെവർ മെയ്ഡ് ഹർ ഈറ്റ് ഫിഷ്. അപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ മേക്ക് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത് മൊത്തം. അപ്പൊ കഴിപ്പിക്കാറില്ല എന്ന് പറയാൻ പ്രസന്റ് ടെൻസ് ആണ്. സോ ഡോണ്ട് മേക്ക് നമ്മൾ ഉപയോഗിച്ചു. ഇനി മേക്കിന്റെ അടുത്ത് ഹാവ് ഉപയോഗിക്കാന്ന് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ കഴിപ്പിക്കാറില്ലായിരുന്നു എന്ന് പറയാൻ ഡിഡിൻ യൂസ് ടു മേക്ക് നമ്മൾ ഉപയോഗിച്ചു. ഇനി കഴിപ്പിച്ചിട്ടേ ഇല്ല, ഒരിക്കലും കഴിപ്പിച്ചിട്ടില്ല, നെവർ ഉപയോഗിച്ചു, ഹാവ് ഉപയോഗിച്ചു, മെയ്ഡ് അതായത് V3 ഉപയോഗിച്ചു. വ്യത്യാസം ക്ലിയർ ആയല്ലോ? ഈ സെന്റൻസ് ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന സെന്റൻസുകളാണ്. ഇനി വേറൊരു സെന്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവൾ അവരെയും കൊണ്ട് പണി
എടുപ്പിക്കാറില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസ് അല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവൾ അവരെയും കൊണ്ട് പണി എടുപ്പിക്കാറില്ല. നിങ്ങൾ തന്നെ ആ സെന്റൻസ് ഒന്ന് മനസ്സിലൊന്ന് ക്രിയേറ്റ് ചെയ്തേ. ഷീ ഡസിൻറ്റ്. ഷീ ആയതുകൊണ്ട് നമ്മൾ ഡസിൻറ്റ് വെച്ചാൽ നമുക്കറിയാം. ഷീ ഡസിൻറ്റ് മേക്ക് ദം ഡു എനി വർക്ക്. ഒരു വർക്കും ചെയ്യിപ്പിക്കാറില്ല. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക, ചെയ്യിപ്പിക്കാറില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഷീ ഡസിൻറ്റ് മേക്ക് ദം. സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഷീ ഡസിൻറ്റ് മേക്ക് ദം ഡു എനി വർക്ക്. ഷീ ഡസിൻറ്റ് മേക്ക് ദം ഡു എനി വർക്ക്. ഒരു വർക്കും അവൾ അവരെയും കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. ഇനി അവൾ അവരെയും കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. ഷീ ഡിഡ്ന്റ് യൂസ് ടു മേക്ക് ദം ഡു എനി വർക്ക്. ഷീ ഡിഡ്ന്റ് യൂസ് ടു മേക്ക് ദം ഡു എനി വർക്ക്. ഒരു വർക്കും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. അവൾ ഒരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടേയില്ല. നിങ്ങൾ തന്നെ സെന്റൻസ് ആക്കൂ. ഷീ ഹാസ് നെവർ മേഡ് ദം ഡു എനി വർക്ക്. ഷീ ഹാസ് നെവർ മേഡ് ദം ഡു എനി വർക്ക്. അപ്പോൾ എന്താണ്? നമുക്ക് ചെയ്യിപ്പിക്കാറില്ല എന്ന് പറയാൻ ഡോണ്ട് മേക്ക് അല്ലെങ്കിൽ ഡസിൻറ്റ് മേക്ക് ഉപയോഗിച്ചു. അവളെയും കൊണ്ടാണോ അവരെയും കൊണ്ടാണോ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യിപ്പിക്കാറില്ലായിരുന്നു എന്ന് പറയാൻ ഡിഡ്ന്റ് യൂസ് ടുവും മേക്കും നമ്മൾ ഉപയോഗിച്ചു. അഗെയിൻ നമ്മൾ പഠിച്ചത് ചെയ്യിപ്പിക്കാറേയില്ല. നെവർ വേണം. നമുക്ക് നെവറിന്റെ ഉപയോഗം ഒക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഓരോ വാക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് കഴിയുമെങ്കിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ അതൊക്കെ കേൾക്കുക. നെവർ ഉപയോഗിക്കുന്ന ഹാസ് ആണ്. ഇതുവരെ എന്ന വാക്ക് നമ്മുടെ സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ എറ്റാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ എറ്റ്. അത് ഹാസ് ഹാവും ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലോ പോലെ പല പല ക്ലാസ്സുകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഹാസ് ഹാവും കണ്ടാൽ നമ്മൾ മേഡ്, അതായത് V3 ഉപയോഗിച്ചു. ഈ മേക്കിന്റെ സ്ഥലത്തോടെയെല്ലാം നമുക്ക് ഹാവും ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? പക്ഷേ ഇനി ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ അവരെയും കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിച്ചില്ല. ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ അവളെ കൊണ്ട് മീൻ കഴിപ്പിച്ചില്ല. ഇന്നലെ ഞാനത് ചെയ്യിപ്പിച്ചില്ല. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ ഏത് ടെൻസാണ്? പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ അത് നമുക്ക് പാസ്റ്റ് ടെൻസിലായിട്ട് നമുക്ക് ഉപയോഗിക്കത്തില്ല. അത് പോസിറ്റീവാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ആളെയും കൊണ്ട് ചെയ്യിപ്പിക്കാത്തതാണ്. അപ്പൊ നമുക്കതവിടെ എന്താണ്? ഒരു സാധനം എന്താണെങ്കിലും വേണം, മേക്ക് വേണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഹാവ് കൊടുത്തിട്ട് വേണം പറയാനെന്ന് നമുക്കറിയാം. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ പറയാൻ പറ്റും? ഐ ഡിഡ്ന്റ് മേക്ക് ഹർ ഈറ്റ് ഫിഷ് യെസ്റ്റർഡേ. അത്രേ ഉള്ളൂ. നമ്മൾ അവിടെ ഡിഡിന്റ് എന്ന് കൊടുത്തു, മേക്ക് കൊടുത്തു. കാരണം ടെൻസ് അങ്ങനെയാണ്. ഐ ഡിഡ്ന്റ് മേക്ക് ഹർ ഈറ്റ് ഫിഷ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവളെയും കൊണ്ട് മീൻ കഴിപ്പിച്ചില്ല. അവൾ അവരെ കൊണ്ട് ഇന്നലെ പണിയെടുപ്പിച്ചില്ല. ഷീ ഡിഡ്ന്റ് മേക്ക് ദം ഡു എനി വർക്ക്. ഒരു വർക്കും ഇന്നലെ ചെയ്യിപ്പിച്ചില്ല. യെസ്റ്റർഡേ. അപ്പൊ ഇന്നലെ ആകുമ്പോൾ അത് പാസ്റ്റ് ആണ്. പിന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മേക്ക് വേണമെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചു. ഇത്രയും വ്യത്യാസമേ നമുക്ക് ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ പോസിറ്റീവ് വേർബിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകണമെങ്കിൽ ഞാൻ പോസിറ്റീവ് വേർബ് ഇവിടെയായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ ആ പോസിറ്റീവ് വേർബ് എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അത് പഠിക്കാതെ ഈ സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അപ്പം ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോസിറ്റീവ് വേർബ് എന്താണ് നിങ്ങൾ വളരെ കൃത്യമായി പഠിക്കുക. ഒരു വട്ടമെങ്കിലും നിങ്ങളത് കേൾക്കുക. കേട്ടതിന് ശേഷം ആഫ്റ്റർ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക. അപ്പോഴാകുമ്പോഴേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രീതി സെന്റൻസ് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. യെസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല എന്ന് പറയണമെങ്കിൽ ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻറ്റ് മേക്ക് വേണം. ചെയ്യിപ്പിക്കാറില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഡിഡ്ന്റ് യൂസ് ടു മേക്ക് വേണം. ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല എന്ന് പറയണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് നെവർ മേഡ് വേണം. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊന്നും ചെയ്യിച്ചില്ല എന്നാണ് പറയണമെങ്കിൽ ഡിഡ്ന്റ് ഉപയോഗിക്കുക, മേക്ക് ഉപയോഗിക്കുക. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ എപ്പോഴും പറയുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ 2-3 സെൻറ്റൻസുകൾ കൊടുക്കുക. നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ
പോസിറ്റീവ് വേർബ് പഠിക്കാതെ നിങ്ങൾക്കിത് മനസ്സിലാവുകയും ഇല്ല. അതും കൂടെ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്